ഞാൻ ഇതുപോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ കടന്നു വന്നിരിക്കുന്ന സ്ത്രീയാണ്. അപ്പോൾ എനിക്ക് ആ വിഷമം അറിയാം, എനിക്ക് കരച്ചിൽ വരുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ ചില സാഹചര്യങ്ങളെ നമുക്ക് മറികടന്ന് പോകാനുള്ള തെറ്റുകൾ ചെയ്യേണ്ടി വരും. കല്ലെറിയുമ്പോൾ ഓർക്കണം, നമ്മളൊക്കെ കല്ലെറിയുമ്പോൾ നമ്മൾ ഈസിയായിട്ട് ജീവിക്കുന്നവർക്ക് വിഷമം മനസ്സിലാകത്തില്ല. രേണുസു എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് അവളൊരു സാധാരണ ഗ്രാമത്തിൽ വന്നൊരു പെൺകുട്ടിയാണ്. യൂട്യൂബ് എടുത്ത് നോക്ക്, 11 മണി കഴിഞ്ഞിട്ട് ലൈവിൽ വേറെ ലൈവ് 200 രൂപ മെമ്പർഷിപ്പ് എടുത്താൽ കയറൂ, 200 രൂപ എടുത്ത് മെമ്പർഷിപ്പ് എടുത്ത് കയറൂ. നമ്മൾ എന്താ ചെയ്യുന്നത്, വെള്ളപ്പൊക്കം വരുമ്പോൾ എന്താ ചെയ്യുന്നത്, അതുപോലെ കാണിക്കാം. അതൊക്കെ ജീവിക്കാനുള്ള വയറ്റിപ്പഴപ്പായിരിക്കും. അതൊന്നും രേണു കാണിക്കുന്നില്ലല്ലോ. ഒന്നാമത് അവൾ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെ, അവളുടെ ഒരു കുടുംബത്തിൻ്റെ ഭാരമൊക്കെ അവളുടെ തലയിൽ ഇരിക്കുകയാണ്. അവളുടെ പക്വതയൊന്നും അവൾക്ക് വന്നിട്ടില്ല. 40-45 വയസ്സ് കഴിയാതെ ഒരാൾക്കും ഒരു പക്വതയും വരത്തില്ല. ദൂരെ ഇരിക്കുന്ന എല്ലാ ബന്ധുക്കളും ടിക്കറ്റ് എടുത്ത് നാട്ടിൽ വരണം, വന്നിട്ട് നമ്മൾ ഈ ഓണത്തെ സെലിബ്രേറ്റ് ചെയ്യണം, നമ്മുടെ മക്കളൊക്കെ അത് കണ്ടു വളരണം, ബന്ധങ്ങൾ ദൃഢമാകും. പണ്ടത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ഇഞ്ചിക്കറി മുതൽ എല്ലാം നമ്മൾ ആ വലിയ ഇലയിൽ വിളമ്പി അത് കിട്ടുന്നത്, പുതിയൊരു വസ്ത്രം കിട്ടുന്നതിനൊക്കെ ഭയങ്കര പുതുമയും സന്തോഷം കാത്തിരിക്കും ഒരു ഓണം വരാൻ വേണ്ടി. ശരിക്കും മാമിന്റെ ഓണം ഇത്ര ഹാപ്പി ഓണം ആയിരുന്നോ ചെറുപ്പത്തിലെ? ചേർത്ത് വെക്കേണ്ട കൈകളൊക്കെ പയ്യെ ലൂസായി പോകും. നമ്മുടെ അച്ഛനും അമ്മയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ സപ്പോർട്ട് ചെയ്യും. ഇതില്ലല്ലോ, അല്ലെ സാമ്പത്തിക ശേഷിയുള്ള ഒരു മാതാപിതാക്കളുടെ മകളായിരിക്കും. അപ്പോൾ ബന്ധുക്കളൊക്കെ ശൂശാ പറയുന്നുണ്ട്, ഒന്നുമില്ലേലും ഈ റിസോർട്ടിലൊക്കെ കൊണ്ട് നടത്താൻ വേറെ പണിയൊന്നുമില്ല, അഹങ്കാരമാണെന്ന് പറയുന്നുണ്ട്. 1 മണിക്കൂർ ഞാൻ ഓട്ടോ പിടിച്ച് നടക്കുക. കാരണം ഞായറാഴ്ച ദിവസം വേണ്ടി ഇത് പണയമൊക്കെ ഒരു സ്ഥലം കിട്ടണ്ടേ. ഈ 3 ട്രോഫികളെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഈ അച്ഛനെയും 2 മക്കളെ എടുത്തോണ്ട് പോകണ്ടേ. ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. സോ ഇന്ന് നമ്മൾ വി ആർ ബാക്ക് വിത്ത് സിംഗിൾ ബോബൻ. അതും ഇന്ന് സിംഗിൾ ബോബൻ്റെ വീട്ടിലാണ്. ഞങ്ങളൊരു ഓണം വൈബിലാണ് ഇരിക്കുന്നത്. രാവിലെ ഞങ്ങൾക്ക് കുറച്ച് ഓണം സ്പെഷ്യലായിട്ട് ഫുഡൊക്കെ തന്ന് ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഇനി സംസാരത്തിലേക്ക് കടക്കുകയാണ്. ഈ സിംഗിൾ ബോബൻ ആരാന്ന് ഞങ്ങളോട് പലരും ചോദിക്കുകയുണ്ടായി. നമുക്ക് ഭയങ്കര ആശ്ചര്യമാണ് പേരും ആള് ചെയ്യുന്ന യൂട്യൂബ് വീഡിയോസും എല്ലാം. പക്ഷെ മാം ഒന്ന് പറയും, മാം എങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് എത്തി? എൻ്റെ ഗുരുവായൂരപ്പ, അത് യൂട്യൂബിൽ, അതായത് കൊറോണ സമയത്ത് അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് യൂട്യൂബും തുടങ്ങാൻ നോക്കി, നടന്നില്ല. പിള്ളേർ അമ്മയെ യൂട്യൂബ് തുടങ്ങേണ്ടതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിലക്കായിരുന്നു. അമ്മ എന്ത് പറയുമ്പോൾ എന്തെടുക്കാനാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാനതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം കുറച്ച് കുക്കിങ്ങുമായിട്ടാണ് യൂട്യൂബിലേക്ക് വരുന്നത്. എല്ലാവരും ചെയ്ത് കാണപ്പോൾ എനിക്കും തോന്നി. ആദ്യം ഞാൻ കുറേ, എനിക്ക് കണ്ടിട്ടുള്ളവർക്ക്, എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് പറഞ്ഞു, കുറേ ഞാൻ കുക്കിങ് തന്നെ ഇട്ടത്, വീട് ക്ലീൻ ചെയ്യുന്നു അതും ഇതൊക്കെ ഇട്ടിട്ടൊന്നും അത്ര വലിയ ക്ലിക്കാകുന്നില്ല. പക്ഷെ ഞാൻ ഒരു ദിവസം സംസാരിച്ചത് ഇതാണ്, വിവാഹത്തിന് മുമ്പ്, അത് നിങ്ങളിപ്പോൾ കേൾക്കാത്തവർ, വിവാഹത്തിന് മുമ്പ് പെൺകുട്ടികൾ എപ്പോഴും പയ്യൻ്റെ വീട് കണ്ടിരിക്കണം. അത് അറേഞ്ച്ഡ് മാരേജ് ആണേലും ഇനി ലൈനടിച്ച് കല്യാണം കഴിച്ചതാണേലും നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ജീവിക്കേണ്ട ആ വീടും പരിസരവും നമ്മൾ കണ്ടിരിക്കണം. നമുക്കും ഇഷ്ടമാകണം. അല്ലാതെ വീട്ടുകാർ പറയുന്നതായിട്ട് പണ്ടത്തെ ഒരു രീതിയിൽ ഒരിക്കലും കല്യാണം കഴിക്കരുത്. നിശ്ചയത്തിനെങ്കിലും നമ്മൾ പോകുമല്ലോ, അതിന് മുമ്പ് അപ്പം വേണമെങ്കിലും ക്ലോസ് ചെയ്യല്ലോ, നമുക്ക് വേണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയാമല്ലോ. നമ്മൾ അവിടെ ജീവിക്കേണ്ടവരാ. നമ്മൾ ആ സാഹചര്യം ഒന്ന് കണ്ടിരിക്കുമ്പോൾ നമ്മളുമായിട്ട് അവർ പൊരുത്തപ്പെടുവാന്ന്, അവിടെ ജീവിക്കേണ്ടത് നമ്മളാണ്. അല്ലാതെ നമ്മുടെ അച്ഛനും അമ്മയും ബന്ധുക്കളും ആൾക്കാരും സുഹൃത്തുക്കളും ഒന്നുമല്ല. അവർ പറഞ്ഞു കേട്ട് നമ്മളവിടെ ചെന്നിട്ട് നമുക്കത് പൊരുത്തപ്പെടാതെ വരുന്നത്, പിന്നെ നമ്മൾ ചിലപ്പോൾ അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് കാലങ്ങളോളം നരക ജീവിതം ജീവിക്കേണ്ടി വരും. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം പറയാം ഇത് പറ്റത്തില്ലെന്ന് പറയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇനിയുള്ള തലമുറയെങ്കിലും നിങ്ങളെപ്പോഴും പയ്യൻ്റെ വീട് സന്ദർശിക്കുമ്പോൾ വിവാഹം കഴിക്കേണ്ട പെൺകുട്ടിയെ അവിടെ കൊണ്ടുപോയിരിക്കണം പയ്യൻ്റെ വീട്ടിൽ. സാധാരണ നമ്മുടെ രീതിയിൽ മാമൂല അനുസരിച്ച് എങ്ങനെയാണ്, പെണ്ണിനെ കൊണ്ടുപോകത്തില്ല, കല്യാണത്തിന് കഴിഞ്ഞായിരിക്കും നമ്മൾ നിലവിളക്കം പിടിച്ച് കയറ്റുന്നൊരു അതിഥിയായിട്ടാണ് നമ്മളവിടെ ചെല്ലുന്നത്, അല്ലേ, വധുവായിട്ടാണ് നമ്മൾ. അങ്ങനെ ചെല്ലരുത് എന്നൊരു വീഡിയോ ഞാൻ ചെയ്ത്, ആ വീഡിയോ ഒറ്റ ദിവസം തന്നെ വൈറലായി. അപ്പോൾ ഞാൻ ദൈവമേ ഈ സംസാരിച്ചപ്പോൾ അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലേ. അപ്പോൾ കുറേ മൂരാച്ചികൾ വന്ന് അതിൻ്റെ ഇടയിൽ കമൻറ്റ് ഇട്ട്, പിന്നെ ഇത് ഇവിടുത്തെ നിയമം ഇത് പറ്റത്തില്ലെന്ന്. ഇപ്പം ഏത് വർഷം 2023 ഇത്ര സമയം, ഈ കുറഞ്ഞ കാലയളവ് കൊണ്ട് 3 വർഷം 4 വർഷം ആകുന്നു. ഈ കാലയളവ് കൊണ്ട് ജനം ഒരുപാട് മാറി, ഒരുപാട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഇപ്പം ജനം അത് ചെയ്തു തുടങ്ങി. അന്ന് അങ്ങനെ അത്ര പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അത്ര സമയത്ത് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഇത് ചെയ്തതോടെ വൈറലായി സംഭവം വൈറലായി. അപ്പം എനിക്ക് തോന്നുന്നു ഒരു വിവരം കുറച്ചെങ്കിലും ഇതേക്കുറിച്ചൊന്ന് ചിന്തിക്കുന്ന ആൾക്കാരെല്ലാം സപ്പോർട്ട് ചെയ്ത്, വിരളമായ കുറച്ചാളുകൾ മാത്രം നെഗറ്റീവ് പറഞ്ഞോളൂ. അപ്പോൾ എനിക്കൊരു ആശ്വാസം, ദൈവമേ സംസാരിച്ച കൊള്ളാം, ആളുകൾ ക്ലിക്കാവുമെന്ന്. പിന്നെ പയ്യെ പിന്നെ ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങൾ, എനിക്ക് ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ട്.
അപ്പോൾ അതുമായിട്ട് ഞാൻ ഇതിനകത്തോട്ട് വന്നു. എൻ്റെ പേര് സിംഗിൾ ബോബൻ. നിങ്ങൾക്ക് എന്നെ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, സിംഗിൾ ബോബൻ എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് 2 വർഷം മുമ്പുള്ള വീഡിയോ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്നെ മനസ്സിലാകത്തുള്ളൂ. ശരിക്കും ആ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും തളർവാദം വന്ന് കിടക്കുന്ന ആളാണേലും അവിടെ നിന്ന് എഴുന്നേറ്റ് വരും. അങ്ങനത്തെ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. ഈ ജീവിതാനുഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം എനിക്കിപ്പം പെട്ടെന്ന് നമ്മൾ ഈ ഓണം മറ്റേറിലൊക്കെ ഇരിക്കാൻ നേരത്ത് പെട്ടെന്ന് ചോദിക്കാൻ തോന്നി, ഈ പണ്ടത്തെ ഒരു ഓണക്കാലം ഇപ്പോഴത്തെ ജീവിതാനുഭവങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാട്ടോ ഞാൻ എടുത്ത് ചോദിക്കുന്നത്. പണ്ടത്തെ ഒരു ഓണക്കാലം ഇപ്പോഴത്തെ ഓണക്കാലം തമ്മിൽ മാമിന് ഏറ്റവും വലിയൊരു വ്യത്യാസം എന്താ തോന്നുന്നത് ജീവിതത്തിൽ നോക്കുമ്പോൾ? അന്ന് എല്ലാ കറികളും കൂട്ടി നമ്മൾ കഴിക്കുക, നല്ലതായിട്ട് ഫുഡ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഓണം അല്ലെ ഒരു വിരുന്നക്കാർ വരുമ്പോഴേക്കും മെയിനായിട്ട് ഓണത്തിന് പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്ന ഓണത്തിന്. ഇന്നിപ്പോൾ പുതിയ വസ്ത്രം മനുഷ്യർക്ക് തോന്നുമ്പോൾ മേടിക്കുമല്ലേ, അതിനൊരു പുതുമയില്ല അല്ലേ, പുതുമയില്ല. പണ്ടത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ഇഞ്ചിക്കറി മുതൽ നമ്മൾ ആ വലിയ ഇലയിൽ വിളമ്പി അത് കിട്ടുന്നത്, പുതിയൊരു വസ്ത്രം കിട്ടുന്നതിനൊക്കെ ഭയങ്കര പുതുമയും സന്തോഷം കാത്തിരിക്കും ഒരു ഓണം വരാൻ വേണ്ടി. അത്ത വിടാൻ, അത്തത്തിൻ്റെ തലേദിവസം കുളിച്ച് അത്ത വിടുന്ന സ്ഥലമൊക്കെ ശരിയാക്കി വെച്ച് ഉള്ള പൂവെന്ന് പിന്നെ ഈ പൂവൊക്കെ നല്ലതായിട്ട് നട്ട് പിടിപ്പിച്ച് വെക്കുന്ന പൂന്തോട്ടം അല്ല, വീടുകളിലുള്ളതല്ലാതെ നമ്മൾ പലയിടത്തുനിന്ന് മോട്ടിക്കാനും പോകും. എന്നാലും നമുക്ക് പൂ കാണത്തുള്ളൂ കറക്റ്റ്. ചില വീടുകളൊക്കെ മതിലൊക്കെ കെട്ടി ഒരു സമ്പന്നരുടെ വീട്ടിലൊക്കെ എല്ലാ ചെടികളൊക്കെ ഇഷ്ടം പോലെ അന്നേ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവന്ന് ഈ അത്ത വിടുന്നൊരു ത്രില്ല് അതിന്നില്ലല്ലോ. കൂട്ടം കൂടി പിള്ളേരെല്ലാം നിഷ്കളങ്കമായൊരു ജീവിതമായിരുന്നു. ഇന്നിപ്പോൾ പിള്ളേർക്ക് അന്നൊന്നും നമുക്കൊന്നും ഒരു അറിവൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. ഇന്നത്തെ പിള്ളേർക്ക് ഈ ഫോണൊക്കെ ഉള്ളതുകൊണ്ട് ഇതിനൊന്നും വലിയ കമ്പമില്ല. പിന്നെ ഓട്ടോമാറ്റിക്കലി ഞങ്ങളുടെ ഒരു ജനറേഷൻ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു ഓണം ഇപ്പോഴും നല്ല രീതിയിൽ പോകുന്നത്. നിങ്ങളുടെയൊക്കെ ഒരു ജനറേഷനിൽ ഇനി വരുമ്പോൾ ഓണമൊന്നും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓണം ആ ഒരു ദിവസം അങ്ങ് പോകുന്നതാണ് തോന്നുന്നത്. പിന്നെ അന്നത്തെ ഇപ്പോൾ പുതുമ അല്ലേ, വസ്ത്രത്തിന് പുതുമയുണ്ടോ, ഭക്ഷണത്തിന് പുതുമയുണ്ടോ, ഇല സദ്യകളാണ് എല്ലായിടവും കിട്ടുന്നത് അല്ലേ. അപ്പോൾ ആളുകൾക്ക് അതേപോലെ തന്നെ കഴിക്കാനെല്ലാം കിട്ടുന്നതിന് വലിയ വിലയില്ല. പക്ഷെ ഞാൻ പറയുന്നത് കാണം വിറ്റും ഓണം ഉണ്ണണം. ഓണം എന്ന് പറഞ്ഞാൽ സംസ്കാരമൊന്നും ജാതിമത ഭേദമന്യേ എല്ലാവരും കുടുംബമായിട്ട് ആ ഒരു ദിവസം ബന്ധപ്പെട്ട് നമ്മുടെ റിലേഷൻസൊക്കെ കൂടിക്കൊണ്ട് ആ ദിവസത്തെ കളർഫുള്ളും മനോഹരമാക്കണം. നമ്മുടെ കുട്ടികളെല്ലാം അത് കണ്ട് വളരണം. ഐക്യം അല്ലേ, ദൂരെ ഇരിക്കുന്ന എല്ലാ ബന്ധുക്കളും ടിക്കറ്റ് എടുത്ത് നാട്ടിൽ വന്നിട്ട് നമ്മൾ ഈ ഓണത്തെ സെലിബ്രേറ്റ് ചെയ്യണം. നമ്മുടെ മക്കളൊക്കെ അത് കണ്ട് വളരണം. ബന്ധങ്ങൾ ദൃഢമാകും, ശക്തി കൂടും. ബന്ധങ്ങളില്ലാത്തൊരു കാലത്തൂടെ നമ്മൾ കടന്നു പോകുന്നു, ഒന്നിനും ഒരു മൂല്യം കൽപ്പിക്കാത്ത അല്ലേ. നമ്മളൊരു വീട്ടിൽ തന്നെ യാദൃച്ഛികമായി കടന്നു ചെന്നാൽ അവർ ഫോണും കുത്തിയിരിക്കുമായിരിക്കും. നമ്മളിന്ന് എന്താ വന്ന് എന്ന് പറഞ്ഞ് പോവുകയാണ്. അതേസമയം പണ്ടത്തെ രീതിക്ക് ആളുകൾ വിളിച്ചെന്ന് എഴുത്തി വെള്ളം കൊടുക്കുക, നമ്മൾ സ്നേഹത്തോടെ പെരുമാറുന്നൊരു കാലഘട്ടങ്ങളെല്ലാം പോയി. അതുപോലെ ഓണവും പോയി അല്ലേ. കുറച്ച് ഒരു ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. ഒരു മത്സരം പോലെയാണ് ഇപ്പോൾ ഒരു ഓണം എന്നൊക്കെ പറയുന്നത്. ഓണത്തിന് ഒരുങ്ങി വരിക, ആ സ്നേഹമൊക്കെ പോയി ആളുകൾ ഏറ്റവും നന്നായിട്ട് ഡ്രസ്സ് ഇടുന്നു, ഫോട്ടോ ഇടുന്നു. പണ്ടതല്ലായിരുന്നു. അതിനെ സ്നേഹത്തോടെ ആസ്വദിക്കുന്നു. അയ്യോ ഇന്ന് അപ്പൂപ്പൻ വരും, അമ്മമ്മ വരും, അല്ലെ മാമൻ വരും, അമ്മായി വരും, അല്ലെ കുഞ്ഞമ്മ വരും, അയ്യോ ഇന്ന് ഓണത്തിന് കുടുംബത്തെ എല്ലാവരും കൂടെ കൂടും എന്നൊക്കെ പറഞ്ഞു. അത് ഇന്ന് കുറഞ്ഞ് തീർന്ന്. എനിക്ക് പ്രേക്ഷകർ മാമിൻ്റെ ഈ പഴയ കഥകളൊക്കെ പണ്ട്, അതായത് തുടക്കം തൊട്ടുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ശരിക്കും മാമിൻ്റെ ഓണം ഇത്ര ഹാപ്പി ഓണം ആയിരുന്നോ ചെറുപ്പത്തിലെ? എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവും. അല്ല, വേദനിപ്പിക്കുന്ന ഓണങ്ങൾ. അതെന്താണെന്നറിയാമോ, ശരിക്കും മാതാപിതാക്കൾ വളരെ ചെറുപ്പത്തിൽ ഉപേക്ഷിച്ച് പോയെന്നല്ല, അവർ രണ്ടുപേരും വിവാഹം ചെയ്ത് അവരുടെ സാഹചര്യം കൊണ്ട് അവർ രണ്ടുപേരും മാറിപ്പോയി. രണ്ട് വിവാഹം ചെയ്ത്, അച്ഛൻ വേറെ കെട്ടിപ്പോയി, അമ്മ വേറെ കെട്ടിപ്പോയപ്പോൾ ഞാൻ ഒറ്റപ്പെട്ട അമ്മ വീട്ടിലായിപ്പോയപ്പോൾ പണ്ടത്തെ കാലത്ത് പെൺകുട്ടിയല്ലേ, നമ്മൾ കല്യാണം കഴിച്ചൊക്കെ വിടണമെന്ന് നോക്കുമ്പോൾ ആളുകൾ ഓർക്കും ഇവളെ ഇനി പഠിപ്പിക്കണം, കെട്ടിച്ചു വിടണം. നമ്മളപ്പോൾ എല്ലാവർക്കും നിർത്താനൊരു ബാധ്യത തോന്നുമല്ലോ. അപ്പോൾ നമ്മളങ്ങനെ പിന്നാമ്പുറത്ത് തള്ളപ്പെട്ട്, വിദ്യാഭ്യാസം തരാൻ കാണത്തില്ല, ഒരു വസ്ത്രം മേടിച്ച് തരാൻ കാണത്തില്ല, ഒരു അസുഖം വന്നാൽ നോക്കാൻ കാണത്തില്ല, ചേർത്ത് വെക്കേണ്ട കൈകളൊക്കെ പയ്യെ ലൂസായി പോകും. നമ്മുടെ അച്ഛനും അമ്മയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ സപ്പോർട്ട് ചെയ്യും. ഇതില്ലല്ലോ, അല്ലെ സാമ്പത്തിക ശേഷിയുള്ള ഒരു മാതാപിതാക്കളുടെ മകളായിരിക്കണം, അതുമല്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒതുങ്ങിപ്പോയി. അപ്പോൾ എല്ലാം ഒന്നും പറയുന്നില്ല, എൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും. ബുക്കിലൂടെ വരെ ഞാൻ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ഞാൻ ബുക്കായിട്ട് ഒരു രോഷം നമ്മുടെ ഉള്ളിൽ കാണുമല്ലോ. ഇനിയിപ്പോൾ എത്ര സുഖം കിട്ടിയാലും നമ്മൾ ആ കഴിഞ്ഞ കാലത്തിൽ അനുഭവിച്ചു വന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഇന്ന്, അതൊക്കെ കൊണ്ടാണ് ഇന്ന് എനിക്ക് നല്ലത് കിട്ടിയത്, ഇന്ന് എനിക്ക് നല്ലതായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. പക്ഷെ അത് എവിടെയെങ്കിലുമൊക്കെ ഒരു നൊമ്പരമായി കാണും, അത് എന്നിലും ഉണ്ട്. അതുകൊണ്ടാണ് അന്ന് ആ ബുക്ക് എഴുതാൻ കാരണമായത്. എന്നെ സംബന്ധിച്ചോളം നല്ല ഓണം ആഘോഷിക്കുന്നത് ബന്ധുക്കളുണ്ട്. നന്നായിട്ട് സദ്യയൊക്കെ വെച്ച് എല്ലാ ഡ്രസ്സൊക്കെ നേരത്തെ കൊണ്ടുവന്ന്
2 ദിവസം മുമ്പ് ഒരാഴ്ച മുമ്പ് ഡ്രസ്സൊക്കെ എടുക്കും. അപ്പം ഞാൻ ആ വീട്ടിൽ നേരത്തെ ചെല്ലും. ഒരു വേദനിപ്പിക്കുന്ന ഓർമ്മ കൂടെയാണ്. നേരത്തെ ചെല്ലും, എനിക്ക് ഓണക്കോടി കിട്ടില്ല, ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഓണക്കോടി കിട്ടത്തില്ല, ഇനി അമ്മയും അച്ഛനും ഒന്നും നമുക്ക് അറിഞ്ഞ് ഓണക്കോടി തരത്തില്ല, എന്നാൽ അവരുടെ വീട്ടിൽ ചെല്ലാന്ന് നോക്കുക. അന്നത്തെ ഒരു ആ ബുദ്ധിക്ക് അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലാണ് തോന്നുന്നത്, ചെന്ന് നിൽക്കുവേ. അവർക്കൊന്നും, അവർ മരിച്ചുപോയി, അവരുടെ മക്കളൊക്കെ ഉണ്ട്, വിഷമം തോന്നണ്ട. ഞാനും അവരുടെ വീട്ടിൽ ചെന്ന് നിന്നിട്ടുണ്ട്. നിൽക്കുമ്പോൾ ഇവർക്കെല്ലാം 2 ദിവസം മുമ്പ് ഓണക്കോടി കൊണ്ട് കൊടുക്കുമ്പോൾ ഞാനും പ്രതീക്ഷിക്കും. ഓരോരുത്തരെയും വിളിച്ച് ഓണക്കോടി ഞാൻ കൊണ്ടുവന്ന് നമ്മുടെ ചേട്ടന ഇങ്ങനെ കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടാത്തരുമ്പോൾ എനിക്കൊരു ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് എനിക്കൊരു ഓണക്കോടി തന്നില്ലല്ലോ എന്ന് ഉള്ളിൽ തോന്നിയിട്ടുണ്ട്. അറിയാതെ രാത്രി കരഞ്ഞിട്ടുണ്ട്. ദൈവമേ, എല്ലാവർക്കും കൊടുത്തിട്ട് എനിക്കൊരു ഓണക്കോടി ആരും തന്നെ, അതൊരു വലിയ നൊമ്പരം അന്നത്തെ ആ പ്രായത്തിൽ നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന പറയുക, ഇന്ന് എനിക്ക് അതിന് ഓണക്കോടി കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് നമ്മൾ സ്വയം രക്ഷപ്പെട്ട് വന്നപ്പോൾ ഞാൻ ആർക്കെങ്കിലുമൊക്കെ ഓണക്കോടി കൊടുക്കാറുണ്ട്. എൻ്റെ വീട്ടിൽ ആര് വന്നാലും, പിന്നെ എൻ്റെ റിലേഷൻസുള്ള വയസ്സായവർക്കും, പിന്നെ ഒരു നിവൃത്തിയില്ലാത്ത ആൾക്കാർക്കും, അച്ഛനില്ല അമ്മയില്ല, അല്ലെ അച്ഛൻ നഷ്ടപ്പെട്ട അമ്മയുടെ മാത്രം കഴിയുന്ന സാഹചര്യത്തിൽ കഴിയുന്ന, ചിലപ്പോൾ അമ്മ വല്ല ജോലി ചെയ്ത് കൂലിപ്പണി എടുത്താൽ ജീവിക്കുന്നുണ്ട്, എനിക്കറിയാം അവർക്കൊരു ഓണക്കോടിയത്തെ ഒരു വില, അവർക്കതിനൊരു വില കൽപ്പിക്കും, അവർക്കതൊരു ആവശ്യം വന്നുകൊണ്ട് ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ മക്കളുടെ ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിൽ പോലും ഓണക്കോടി ഞാൻ കൊടുക്കാറുണ്ട്. ഇല്ലാത്തവരന്ന് കണ്ടാൽ ഞാൻ എടുത്തു കൊടുക്കും. അതെനിക്കൊരു സുഖമാണ്. കാരണം അന്ന് ഞാൻ അനുഭവിച്ച ആ വിഷമം ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ കിട്ടും, ഒരു സന്തോഷം കിട്ടും. പക്ഷെ മാം ഇങ്ങനെ പറയുമ്പോൾ ഈ ചെറുപ്പത്തിലെ ഇപ്പൊ മാം പറഞ്ഞ അച്ഛനും അമ്മയും വേർപിരിഞ്ഞതിന്റെ കാര്യവും ഈ ഓരോരോ ചെറിയ ചെറിയ വിഷമങ്ങളായിരിക്കും. പക്ഷെ ഈ ചെറിയ ചെറിയ വിഷമങ്ങൾ ഇപ്പോഴും കുറെ പിള്ളേരൊക്കെ ഇതിങ്ങനെ ഭയങ്കര വിഷമാക്കി എടുത്ത് വെച്ചിട്ട് എനിക്ക് ആ ചൈൽഡ്ഹുഡ് ട്രോമയെന്ന് എനിക്ക് മാറാനേ പറ്റിയിട്ടില്ല, എനിക്ക് ലൈഫിൽ മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്നൊരിടത്ത് മാം ഇത്രയും വലിയൊരു ഇപ്പൊ ഒരു സ്റ്റേജിൽ ഞങ്ങൾ ഇന്റർവ്യൂ വന്ന് എടുക്കുന്ന ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ മാമിന് എന്താ അവരോട് പറയാനുള്ളത്? പ്രകൃതിയാൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. ഇപ്പം എന്നെ അന്ന് ഉപദ്രവിച്ചവരെ പോലും ഇന്ന് ഞാൻ ചേർത്താ വെച്ചിരിക്കുന്നത്. അന്ന് എനിക്ക് സ്നേഹം തരാത്തവരോടൊന്നും എനിക്ക് വൈരാഗ്യമില്ല, അവരെല്ലാം ചേർത്താ വെച്ചിരിക്കുന്നത്. ഞാനങ്ങനെ വിചാരിക്കുന്നത് അന്ന് അതൊന്നും അനുഭവിക്കാൻ എനിക്ക് ഭാഗ്യമില്ലായിരുന്നായിരിക്കാം. എനിക്കിനി വരും കാലമെങ്കിലും സെറ്റാക്കി എടുക്കണം, എനിക്ക് രക്ഷപ്പെടണം എന്നുള്ളൊരു മൈൻഡ് നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിലുണ്ടായിരിക്കണം. അങ്ങനെ അനുഭവിച്ചിട്ടുള്ളവർ അതിലൊരിക്കലും കിടക്കരുത്. നഷ്ടപ്പെട്ടതെല്ലാം പോട്ടെ, നമുക്കുള്ള സന്തോഷം നമ്മൾ കണ്ടെത്തണം. നമ്മളിൽ തന്നെ ആ വൈബുണ്ട്, ശക്തിയുണ്ട്, നമ്മൾ കാണിച്ചു കൊടുക്കണം. ജീവിച്ച് നമ്മളെ തള്ളിക്കളഞ്ഞവരെയും പരാജയപ്പെടുത്തിയവരെയും ഇൻസൾട്ട് ചെയ്തവരെയും അപമാനിച്ചവരെയും നമ്മളെ വേദനിപ്പിച്ചവരെയും എല്ലാം അവരെ ഉപദ്രവിക്കുകയല്ല ചെയ്യേണ്ടത്. അവരുടെ മുമ്പിൽ നമ്മൾ ആരാണെന്ന് തെളിയിച്ച് നമ്മുടെ ശക്തി എന്താണെന്ന് കാണിച്ചു കൊടുക്കണം. അവരോട് കുറച്ചുകൂടി സ്നേഹം കാണിച്ച് വേണം റിവെഞ്ച് ചെയ്യാൻ. ഒരിക്കൽ പോലും ഉപദ്രവിക്കരുത്. നമ്മൾ സ്വയം ഉയരും അങ്ങനെ ചിന്തിക്കുമ്പോൾ. നമ്മൾ അവരോടുള്ള ദേഷ്യവും വൈരാഗ്യവും ഉള്ളിൽ കൂട്ടി വെക്കുമ്പോൾ നമ്മൾ താഴ്ന്നുകൊണ്ടിരിക്കും. നമ്മൾ അതിനെല്ലാം ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, ഇതൊന്നും കണ്ടാൽ ഞാൻ തളരത്തില്ല എന്നുള്ളൊരു മൈൻഡ് ആദ്യം പവർ നമ്മൾ സെറ്റിലാക്കണം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളിൽ തന്നെയാണ് നമ്മുടെ ശക്തിയുള്ളത്. അത് അച്ഛൻ വിചാരിച്ചാൽ അത് ഉയർന്നു വരത്തില്ല, അമ്മ വിചാരിച്ചാൽ ഉയർന്നു വരത്തില്ല, കൂട്ടുകാർ വിചാരിച്ചാൽ ഉയർന്നു വരത്തില്ല. നമ്മൾ തന്നെ ആ ഒരു പോസിറ്റിവിറ്റി, നമ്മുടെ ജീവിതം ഉയർത്താനുള്ള ഉത്തരവാദിത്തം നമ്മളിൽ തന്നെയാണുള്ളത്. അത് കണ്ടെത്തുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. അടിപൊളി അല്ല, ഇത്രയും പോസിറ്റിവിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് തോന്നുന്നു ഇവിടെ ഈ ഒരു ഘട്ടം വരെ എത്തി നിൽക്കുന്നത്. ഉറപ്പായിട്ടും എന്ന് പറയുന്നത് വിൽ പവർ, മനപ്പവർ അല്ല വിൽ പവർ. ഓക്കെ, അപ്പൊ പക്ഷെ എന്നാലും ഞാൻ ചോദിക്കാം, ഏറ്റവും ജീവിതത്തിൽ ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രതിസന്ധി ഘട്ടം എങ്ങനെയാ മാം ഒന്ന് തരണം ചെയ്തത്? അങ്ങനെ ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ടോ? അത് പറഞ്ഞുതരാം. ഞാൻ എൻ്റെ മകളുടെ മാരേജ് നടത്തുന്ന സമയത്ത് ആദ്യം ഒരു നിശ്ചയം എൻഗേജ്മെന്റ് നടത്തി, അത് പോയി. പിന്നെ രണ്ടാമതപ്പോൾ എനിക്കൊരു നമ്മുടെ നാട്ടുംപുറം പ്രദേശമല്ല, ആലപ്പുഴ ഒരു ഗ്രാമപ്രദേശത്താണ് താമസിക്കുക. അപ്പോൾ എനിക്ക് ഒരു കല്യാണം പോയി ഇനി അടുത്തൊരു കല്യാണം നടക്കുമോ, ഇനി എൻ്റെ മോള് നിന്നു പോകുമോ, അങ്ങനത്തെയൊക്കെ ചിന്തകളാണ്. നമുക്കൊരു ഇടുങ്ങിയ ചിന്താഗതിയാണ്. അപ്പോൾ ഞാൻ ഓർത്ത്, അപ്പോൾ വേറെ കല്യാണങ്ങൾ പത്രത്തിലൂടെയാണ് നമ്മൾ അന്ന് എടുക്കുന്നത്. അപ്പോൾ കല്യാണങ്ങൾ വന്നു. അപ്പോൾ എപ്പോഴും കല്യാണം നല്ല ഉയർന്ന ബന്ധങ്ങളെ ഞാൻ എൻ്റെ മോളെ കാണിക്കത്തുള്ളൂ. ഒന്നും എനിക്ക് പാകപ്പെട്ട ലിസ്റ്റോടെ എൻ്റെ മകളെ എന്നേലും നല്ല ഉയർന്ന നല്ല ലെവലിൽ പോട്ടെന്നുള്ള ചിന്ത ഏതൊരു അമ്മയ്ക്കും അങ്ങനെയാണ്. അങ്ങനെ അപ്പോൾ ഞാൻ കല്യാണം, തൃശ്ശൂരിൽ നിന്നൊരു കല്യാണം വന്ന്, ഇപ്പം കല്യാണം കഴിച്ച പയ്യനതാ, മോനതാണ്. അപ്പോൾ കല്യാണം വന്നപ്പോൾ പറയാം, പയ്യൻ 7 ദിവസവും നിൽക്കത്തുള്ളൂ. പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു കൈ തന്നപ്പോൾ തന്നെ എൻ്റെ നെഞ്ചിടിപ്പ് ദൈവം. ഇങ്ങനെ 7 ദിവസം കഴിഞ്ഞ ഉടനെ അവർ പറഞ്ഞു, ഞാനിപ്പോൾ പോകും, ഒരാഴ്ചക്കുള്ള എൻഗേജ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അവരും പെട്ടെന്ന് നിർബന്ധിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു നിശ്ചയം കഴിഞ്ഞ എൻ്റെ ഷോക്കിൽ പൈസ ഇല്ല, നമ്മൾ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ അടുത്ത് ചെയ്യാൻ ഒരു കപ്പാസിറ്റി ഇല്ല. അപ്പം ഞാനിങ്ങനെ ഓക്കെ പറഞ്ഞവരോട്, ശരി ഓക്കെ എന്ന് പറയും, എവിടുന്നെങ്കിലും ഉണ്ടാക്കാന്നുള്ള മനസ്സിൽ ഓക്കെ പറയും. അപ്പം ബിഗ് സീറോയാ, ചുറ്റും കടവും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഉടനെ തന്നെ
അപ്പോൾ ഈ അമ്മ എന്നോട് തലേദിവസം രാത്രി വിളിച്ചിട്ട് പറഞ്ഞ് ഇന്ന ദിവസം അടുത്ത ഞായറാഴ്ച ഞങ്ങൾക്ക് നടത്തണം, എൻ്റെ മോന് ആയിട്ട് ഞങ്ങൾ പോയി ജോസ്കോ പോയി പെണ്ണിനിടാൻ വള മേടിച്ചെന്ന് പറഞ്ഞു. മോന് മോതിരിടാൻ വരാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാനാണ് കുട്ടിക്ക് വള ഇടുന്നത്. ഒരു 4.5 പവനോളം വരുന്നൊരു വള. അപ്പം ഞാൻ ചോദിച്ചാൽ എത്ര പവൻ മേടിച്ചു, വെറുതെ ഒന്ന് ചോദിച്ചത്, ചോദിക്കുന്നത് ശരിയല്ല എങ്കിൽ പോലും ചോദിച്ച്. അപ്പോൾ അവർ പറഞ്ഞു ഒരു 4.5 പവൻ വരും വളയെന്ന് പറഞ്ഞ്. പെണ്ണിന് ഞാനാ വള ഇടുന്നത്, ലക്ഷ്മി വളയാണ് ഇടുന്നതെന്ന് എന്നോട് പറഞ്ഞു. ഞാനപ്പോൾ എൻ്റെ മനസ്സിൽ ലഡു പൊട്ടി, ദൈവമേ 4.5 പവൻ പണയം വെച്ച് എത്ര കിട്ടും. ഞാനപ്പോൾ ചിന്തിച്ചത് എനിക്കിത് നടത്താൻ, ഇവർ പറയുന്ന സമയത്ത് നടത്താൻ അതൊരു റിസ്ക്കാണ്, മറ്റുള്ളവർക്ക് പെട്ടെന്ന് തോന്നത്തൊരു ബുദ്ധിയാണ്. ഞാൻ ഉടനെ തന്നെ എന്താ പറയുക, എൻ്റെ വീട്ടിൽ ഒരു ബൈക്ക് ഇരിപ്പുണ്ട്, അതുകൊണ്ട് ബുള്ളറ്റ്, അതുകൊണ്ട് സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ അവരോടൊരു കുറച്ച് പൈസ മേടിച്ചിട്ട് വന്ന് ഒരു റിസോർട്ടുണ്ട് പഗോഡ എന്ന് പറഞ്ഞ്, അവിടെ പോയി ഞാൻ ആലപ്പുഴ പഗോഡ റിസോർട്ട്, വലിയ റിസോർട്ടാണ്, അവിടെ പോയിട്ട് പറഞ്ഞ് ഇവർ എത്ര പേര് വരുമെന്ന് ചോദിച്ചു. ഞാനപ്പോൾ ഓർത്ത് എൻ്റെ ഒരു 50 പേര്, അവരുടെ ഒരു 100 പേര്, 150 പേർക്ക് ഫുഡ്, കുട്ടനാടൻ സ്റ്റൈലിലൊരു ഫുഡ്, ക്രിസ്ത്യൻ സദ്യ റെഡിയാക്കി. അതിന് അപ്പോൾ ഓർഡർ കൊടുത്ത് എല്ലാം റെഡിയാക്കി, നിശ്ചയം എല്ലാം സെറ്റാക്കി. അപ്പം ഞാൻ എന്ത് കണ്ടോണ്ടാ, 1 രൂപ പോലും എൻ്റെ കയ്യിലില്ല, അഡ്വാൻസ് കൊടുത്തിട്ടേ ഉള്ളൂ, വേറെ എനിക്ക് പൈസ തരാൻ ആരുമില്ല, തരത്തുമില്ല. അങ്ങനെ മുങ്ങി നിൽക്കുന്നൊരവസ്ഥയിലാണ് ഇവർ ഈ വള കൊണ്ടിട്ട് നിശ്ചയമെല്ലാം കഴിയുമ്പോൾ എൻ്റെ നെഞ്ചിടിച്ചുകൊണ്ടിരിക്കും, ദൈവമേ ഭഗവാനെ ഈ പൈസ ഇവിടുന്നപ്പോഴേക്ക് വലിയൊരു പിന്നെ റിസോർട്ടാണ്, ഇവിടെ പൈസ കൊടുക്കാതെ പോകാൻ പറ്റത്തില്ലല്ലോ. ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാനിതറിയാം, ഈ കുട്ടികളുടെ അച്ഛനെ ഈ പിള്ളേരെയും കൊണ്ട് ഞാൻ അവിടെ റിസപ്ഷനിൽ കൊണ്ട് അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു, മോളെ വള വരും. അപ്പോൾ അപ്പോൾ ഈ എന്നോട് എക്സ് ഹസ്ബൻഡ് ഇത് എവിടുന്ന പൈസ, കുട്ടികളും അമ്മയ്ക്ക് എവിടുന്ന കാശ് ഇതൊക്കെ നടത്താൻ, ഇവിടെ വെച്ച് നടത്താൻ അവിടെ നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ബന്ധുക്കളൊക്കെ ചോദിച്ചാൽ പറയുന്നുണ്ട്, ഒന്നുമില്ലേലും ഈ റിസോർട്ടിലൊക്കെ കൊണ്ട് നടത്താൻ വേറെ പണിയൊന്നുമില്ല, അഹങ്കാരമാണെന്ന് പറയുന്നുണ്ട്, പുച്ഛം എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേങ്കിൽ അതൊരു വിഷയമാക്കിയില്ല. ഞാൻ എന്ത് ചെയ്യുന്നറിയുക, പറഞ്ഞോട്ടെന്ന് ഞാൻ ഓർത്ത്. എന്നിട്ട് ഞാൻ ഈ വള ഊരിക്കൊണ്ട് പണയം വെക്കാൻ ഓടി. 1 മണിക്കൂർ ഞാൻ ഓട്ടോ പിടിച്ച് നടക്കുക, കാരണം ഞായറാഴ്ച ദിവസം വേണ്ടി ഇത് പണയം വെക്കാൻ ഒരു സ്ഥലം കിട്ടണ്ടേ. ഈ 3 ട്രോഫികളെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, ഈ അച്ഛനെയും 2 മക്കളെ എടുത്തോണ്ട് പോകണ്ടേ. ഒരു സ്ഥലത്ത് നിന്ന് ഒരു വീട്ടിൽ ചെന്ന് വൈകുന്നേരം രാത്രി അവർ ഇത് പണയം വെച്ച് കംപ്ലീറ്റ് ഒരു വിലയുടെ തുക തന്ന്, ഒരു ഭാഗ്യം പോലെ ഞാൻ പ്രാർത്ഥിച്ച്. എന്നിട്ട് അതുകൊണ്ട് കൊടുത്തേച്ചാണ് ഇവർ അച്ഛനെ ബില്ലടച്ചിട്ട് അച്ഛനെ മക്കളെ എടുത്തോണ്ട് പോരുന്നത്. അല്ല അതൊക്കെ റിസോർട്ടിൽ 3 പേരെ ഇരുത്തിയിട്ട് ഞാനൊരു അഭ്യാസം, എനിക്ക് ഇത് ചെയ്തേ പറ്റൂ, ഉത്തരവാദിത്തപ്പെട്ട് അവരുടെ അച്ഛനത് ചെയ്യത്തില്ല, എനിക്ക് ആ റോള് ഞാൻ കൈകാര്യം ചെയ്യുകയാണ്. നേരെ മറിച്ച് എൻ്റെ ഹസ്ബൻഡ് അത് ചെയ്യേണ്ടതാണ്, പക്ഷെ ഞാനത് കൈകാര്യം ചെയ്യും. ഹസ്ബൻഡ് ചെയ്താൽ അവിടെ എത്തത്തില്ല. എൻ്റെ കുടുംബം, എൻ്റെ മക്കളെ സേഫാക്കേണ്ടത് അവിടുന്ന് അഭിമാനത്തോടെ എല്ലാവരുടെ മുമ്പിൽ ഞാൻ അടിപൊളി നല്ല റിസോർട്ടിൽ ഫുഡൊക്കെ കൊടുത്ത് പിന്നെ നല്ല അടിപൊളിയായിട്ട് നിശ്ചയം നടത്തി സൂപ്പറായിട്ട് പോയി. പക്ഷേ സംഭവം അതിൻ്റെ പിന്നിൽ ഇതായിരുന്നു. ഇതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അവർ ആ വള ഇടുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഞാൻ അപ്പം തന്നെ കണക്ക് കൂട്ടി. പിന്നെ കല്യാണത്തിൻ്റെ തലേ ദിവസം ഞാൻ ആ സംഭവം അല്ല അത് കേട്ടോ, കല്യാണത്തിൻ്റെ തലേ ദിവസം പിന്നെ പൈസ ഒപ്പിച്ചിട്ട് ഇച്ചിരി പൈസ ഓർമ്മ എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. ഈ കുട്ടി കല്യാണം കഴിച്ച് അവിടെ ചെന്നപ്പോൾ അമ്മായിയമ്മ ചോദിച്ച്, പയ്യൻ്റെ അമ്മ ചോദിച്ച് ഞങ്ങളിട്ട വള എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ കൊച്ചു പറഞ്ഞ് പിന്നെ അപ്പോൾ കൊച്ചു ഉടനെ എന്നെ വിളിച്ചു, അമ്മേ വള ചോദിക്കുന്നമ്മേ. ഞാൻ പറഞ്ഞ് വള മറ്റ് സ്വർണ്ണമൊക്കെ ഇട്ടപ്പോൾ വള ഇടാൻ പറ്റിയില്ലെന്ന് നീ പറയുമെന്ന് പറഞ്ഞു. പിന്നെ അത് ഇടാഞ്ഞതാണ്, ഇവിടെ ഇപ്പോണ്ടെന്ന് പറയുമ്പോൾ ഞാൻ വിരുന്ന് വിളിക്കാൻ വരുമ്പോൾ അത് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അത് എടുത്തുകൊണ്ടാണ് പിന്നെ വിരുന്ന് വിളിക്കാനായിട്ട് പോയത്. അല്ല അതെന്നെ സംബന്ധിച്ചുള്ള നിങ്ങൾ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഒന്നും കാണാതെ? 100-150 പേർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല റിച്ചായിട്ടൊരു സ്ഥലത്താണ് നമ്മൾ കൊടുക്കുന്നത്. ഞങ്ങളെ വെച്ചത് വലിയ ഹൈ സ്ഥലമാണത്, പഗോഡ എന്ന് പറഞ്ഞ സ്ഥലം. ഞാൻ പറയുന്നത് അത് മാനേജ് ചെയ്തൊരു രീതി ഓർക്കുന്നുണ്ട്. പക്ഷെ അവര് ഇത് കഴിഞ്ഞ് ഇത് അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു പക്ഷെ ഞാൻ ആദ്യമേ അവർ വന്നപ്പോഴേ പറഞ്ഞു ഞങ്ങളുടെ കയ്യിലൊരു പെണ്ണ് മാത്രമേ ഉള്ളൂ, പിന്നെ സ്ത്രീധനം തരാമൊന്നുമില്ല. പക്ഷെ ഞാനെല്ലാം കൊടുത്താ വിട്ടത്. എനിക്ക് എൻ്റെ മാതാപിതാക്കൾ എന്നെ കല്യാണം കഴിച്ച് വിടുമ്പോൾ ഒന്നും തന്നില്ല, ബന്ധുമിത്രാദികളൊന്നും തരാത്തതുകൊണ്ട് എനിക്കതൊരു മനസ്സിൽ വാശിയായിട്ടുണ്ടായിരുന്നു. എൻ്റെ മോൾക്ക് നിറയെ സ്വർണ്ണമൊക്കെ ഇട്ട് കൊടുക്കണം. അത് അന്നത്തെ ഒരു ചിന്താഗതിയാണ്, ഗ്രാമത്തിലെ നമ്മളങ്ങനെ വളർന്നുകൊണ്ടുള്ള ചിന്താഗതി. ഇന്നാണ് ഞങ്ങൾ ചിന്തിക്കത്തില്ല, സ്വർണം വേണ്ടെന്നേ പറയത്തുള്ളൂ. അന്ന് ചിന്തിക്കും, അന്ന് അത് വേണമായിരുന്നു. അന്നൊരു അഭിമാന പ്രശ്നവും അതെൻ്റെ ഒരു ആഗ്രഹവും കൂടിയായിരുന്നു. അങ്ങനെ നമ്മൾ പറഞ്ഞു ഞാൻ ശരിക്കും ഞാൻ എന്താ നമ്മൾ ഐ ഹൈലി അപ്രിഷിയേറ്റ് യു. ആ ഒരു സമയത്ത് ഈ 3 പറയുന്നത് കേൾക്കുമ്പോൾ നോക്കി നിസ്സാരമായിട്ട് തോന്നും. 3 പേരെ ഞാൻ അവിടെ ഇരുത്തിയിട്ട് ഞാൻ ഓട്ടോ പിടിച്ച് വണ്ടി നോക്കി വള പോയി പണയം വെച്ച് കാശും കൊണ്ട് വന്നു എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ എന്ന രീതിയിൽ അത് മാനേജ് ചെയ്ത ആ ഒരു സിറ്റുവേഷൻ ശരിക്കും കമൻറ്റബിൾ ആയിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ, പറയാതിരിക്കാൻ പോയാ. മേ ബി നമ്മൾ ചില ഘട്ടങ്ങളിൽ എത്തിക്കഴിയുമ്പോൾ നമ്മളും ചിന്തിച്ച് പോയേക്കുമായിരിക്കും. അതുപോലെ കല്യാണം നടത്താൻ സമയം ഇപ്പം മോളിപ്പോൾ എൻ്റെ 2ാമത്തെ മോൾ ഒരു
ഒരു ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഒരു അസുഖം ഉണ്ടായിരുന്നു അവൾക്ക്. അപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സിറ്റുവേഷൻ വരുമ്പോൾ ബില്ലടയ്ക്കാനില്ലാതെ വരും. നമ്മൾ പ്രതിസന്ധികൾ നേരിട്ട് പറയുക. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാവാ, എനിക്ക് പരിചയമുള്ളൊരു ചേച്ചിയുടെ ചേച്ചി എനിക്കൊന്ന് കല്യാണത്തിന് പോകാൻ കാശ് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞിട്ട് അകലത്തിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അവരോട് പറയും, നമ്മൾ നല്ല സ്നേഹത്തിൽ കഴിയുന്നത്, ഞാൻ പറയും ഒന്ന് ആ മാലയൊന്ന് ഇടാൻ തരുമോ എന്ന് ചോദിക്കും. ഞാൻ ചെയ്തിട്ടുള്ളതാണത്, എൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് മേടിച്ച് പണയം വെക്കും. ഇതിങ്ങനെ പബ്ലിക്കായിട്ട് ആരും പറയത്തില്ല. ഞാൻ എൻ്റെ വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട്, ഗതികേടുണ്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് അന്നത്തെ. ഇന്നതൊക്കെ അതൊക്കെ എൻ്റെ കരുത്തായിരുന്നിരിക്കാം. അപ്പോൾ എനിക്കത് മേടിച്ചിട്ട് പണയം വെച്ചിട്ട് ബില്ലടച്ചിട്ട് ഞാൻ അവിടുന്ന് കൊച്ചിനെ കൊണ്ട് സുരക്ഷിതമായി മരുന്നൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് അടുത്ത ഇവർക്ക് ചോദിക്കുമ്പോൾ കൊടുക്കണമല്ലോ. അപ്പം ഞാൻ വേറെ സ്ഥലത്ത് നിന്ന് ഇതേപോലെ ഈ നമ്പർ ഇറക്കിയിട്ട് മേടിച്ചിട്ട് അവർക്ക് കൊണ്ട് കൊടുക്കും. ഞാൻ നിന്നിട്ടുണ്ട്. എനിക്ക് ജീവിക്കാൻ വേണ്ടി മനുഷ്യൻ ചില തെറ്റുകളൊക്കെ ഓരോരുത്തർ കാണിച്ചുകൊണ്ട് കല്ലെറിയുമ്പോൾ ഞാൻ ഓർക്കും, അവരെ കുറ്റപ്പെടുത്തത്തില്ല. അവരുടെ ഉള്ളിൽ അവർക്കേ അറിയത്തുള്ളൂ അവരെന്തിനാണ് ഫേസ് ചെയ്യുന്നതെന്ന്. കല്ലെറിയുന്നവർക്ക് അറിയാം അവരെന്തെങ്കിലും ഒരു സാഹചര്യത്തിലായിരിക്കും ഇത് ചെയ്യുന്നതെന്ന്. അങ്ങനെ സപ്പോർട്ട് കൊടുക്കത്തുള്ളൂ. ഞാൻ ഒരിക്കലും ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും എറിയുന്നവരുടെ കൂടെ ഒന്നും എറിയത്തില്ല. ഇങ്ങനെ രേണു സുധീനെ പോലും പറയുമ്പോൾ ഞാൻ സപ്പോർട്ട് കൊടുത്ത് എന്താണെന്നറിയാമോ, ഞാൻ ഇതുപോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ കടന്നു വന്നിരിക്കുന്ന സ്ത്രീയാണ്. അപ്പോൾ എനിക്ക് ആ വിഷമം അറിയാം. എനിക്ക് കരച്ചിൽ വരുന്നത് എനിക്ക് സംസാരിച്ചോണ്ട് എൻ്റെ നെഞ്ചിങ്ങനെ ഇടിക്കുക അതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ. അപ്പം അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യമല്ലേ. അത് തെറ്റല്ലേ ചെയ്യുന്നത്, തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ ചില സാഹചര്യങ്ങളെ നമുക്ക് മറികടന്ന് പോകാൻ ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യേണ്ടി വരും. അപ്പം കല്ലെറിയുമ്പോൾ ഓർക്കണം, നമ്മളൊക്കെ കല്ലെറിയുമ്പോൾ നമ്മൾ ഈസിയായിട്ട് ജീവിക്കുന്നവർക്ക് വിഷമം മനസ്സിലാകത്തില്ല. ഈസി ആയിട്ടല്ല. ഞാനിപ്പോൾ കഷ്ടപ്പെട്ട് ജീവിക്കുക. എല്ലാവരും പറയും ബോബൻ്റെ ഇതിലെല്ലാം ജീവിച്ചോളൂ. അങ്ങനെയല്ല. ബോബൻ്റെ എല്ലാ സപ്പോർട്ടും എനിക്കുണ്ട്. പക്ഷേങ്കിലും നമ്മൾ അധ്വാനിച്ച് 10 ദിവസം ഉണ്ടാക്കുമ്പോൾ ബോബൻ്റെ കുട്ടികളല്ലല്ലോ എൻ്റെ കൂടെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ പൈസ എടുത്ത് ചിലവാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ഒന്ന് മുഷിഞ്ഞാൽ ഞാൻ തകർന്നു പോകും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എനിക്കിനി ഒരു മോളെ വിവാഹം ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കും. നമ്മളിപ്പോൾ ഈ അനുഭവങ്ങളിൽ നിന്നെല്ലാം നമ്മൾ കരുത്ത് നേടി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ തവണ നമ്മൾ സിംഗിൾ ബോബൻ നമ്മളെ എല്ലാവരെയും പൊട്ടിച്ചിരിപ്പിച്ച ഒരു ഇതായിരുന്നു. ഇപ്രാവശ്യം പിന്നെ സംസാരിച്ചപ്പോൾ നമ്മൾ പറയില്ലേ, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന രീതിയിൽ ഏതെല്ലാം ഘട്ടങ്ങളിൽ കൂടി പോയിട്ടുണ്ട്, എന്തെല്ലാം ഫേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള. ചിരിയുടെ കാര്യം കൂടെ ഞാനൊരു കാര്യം പറയാം. ചിരിയുടെ കാര്യം കൂടെ പറയാം. ഒരുപാട് ചിരിപ്പിക്കുന്നവരുടെ പിന്നിൽ എന്തെങ്കിലും ഒരു ബാക്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം കാണും, ട്രോമ കാണും. മനസ്സിലായേ? ഈ ട്രോമയിലൂടെ കരുത്താർജിച്ച് വന്നവരാ. പിന്നെ അവർ ചിരിക്കത്തേ ഉള്ളൂ, കരയത്തില്ല. ഇപ്പം ഞാൻ ആ ഓർമ്മയിലേക്ക് പോകാറില്ല. ഒന്ന് പോയപ്പോൾ ഒന്ന് കണ്ണ് നിറഞ്ഞതാണ്, പോകാറില്ല. അപ്പം അതായത് ഞാൻ എല്ലാവരോടും പറയും, നമുക്ക് ഒരുപാട് സങ്കടത്തിലൂടെയും ദുഃഖത്തിലൂടെയും വന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും നമ്മുടെ കഴിഞ്ഞ കാലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഒരിക്കലും കൊണ്ടുപോകരുത്. നമ്മൾ ഇനി വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ആകാംക്ഷപ്പെടുകയും ചെയ്യരുത്. എന്ത് വന്നാലും ഞാൻ ഇന്നത്തെ ജീവിതം ആസ്വദിച്ച് സന്തോഷിച്ച് ജീവിക്കുന്നുള്ള മെൻറ്റാലിറ്റി നമുക്ക് പെർമനൻ്റായിട്ട് നിലനിർത്തിയാലേ നമുക്ക് നല്ല ഊർജ്ജസ്വലതയോടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. നാളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. വരാൻ പോകുന്ന വെള്ളപ്പൊക്കത്തിന് ഇപ്പോഴേ എന്തിനാണ് തുണി പൊക്കി പിടിക്കുന്നത്? അല്ലേ? വരുന്നത് എന്തും വരട്ടെ, നമ്മൾ കൊറോണ വന്നിട്ട് അതിനെ എന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. അപ്പോൾ നമ്മൾ ആ വരുന്നതിനിൽ എന്താണ് ആസ്വദിക്കാൻ പറ്റുന്നത് അത് ആസ്വദിക്കാതെ വിടുകയും ചെയ്യരുത്. പറ, നല്ല ഭക്ഷണം കഴിക്കുക, നല്ല വസ്ത്രം, നല്ല വീടുകളിൽ കഴിയാൻ നോക്കുക. നീ സ്വന്തം വീട്ടിൽ നല്ലൊരു കിടക്കുന്നത് പോലും നല്ലൊരു വാടക വീട്ടിൽ കിടക്കാൻ നോക്കുക. പോസിറ്റീവിനെ ആകർഷിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ചെയ്യാവുള്ളൂ. നല്ല സുഹൃത്ത് ബന്ധങ്ങളായിരിക്കണം. നമ്മളെ നെഗറ്റീവാക്കുന്ന ആളുകളുമായിട്ട് നിങ്ങൾ ഒരിക്കലും സഹകരിക്കരുത്. നമ്മുടെ പഴയ ട്രോമയൊക്കെ പറഞ്ഞ് നമ്മളെ സഹതാപത്തിലാക്കുന്ന, അല്ലെ അവരുടെ കുറ്റവും അവരുടെ കുറവുകൾ കൊണ്ട് നമ്മുടെ അടുത്ത് പറയുന്ന, അല്ലെ സദാ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന ആളുകളുമായിട്ട് ഡിസ്റ്റൻസ് ഇടുക. അപ്പം തന്നെ നമ്മൾ റെഡിയാവും. പോസിറ്റീവ്. മാം ഇത് പറയുമ്പോഴേ, നിങ്ങൾ എത്ര പേര് ഈ ബുക്ക് വായിച്ചു, മാമിന്റെ ബുക്ക് വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഞാൻ ബുക്ക് വായിച്ചിരുന്നു ഫുള്ള്. അപ്പൊ എനിക്ക് അതിൻ്റെ ഉള്ളിൽ തോന്നി, ചെറുപ്പം തൊട്ടേ മാമിന് എങ്ങനെ പോയാലും നന്നായി ജീവിക്കണം എന്നുള്ളൊരു മെന്റാലിറ്റി. അതാണ് ഇപ്പൊ ഈ പറഞ്ഞതിലെല്ലാം ഞാൻ കാണുന്നത്. അപ്പൊ ശരിക്കും നമ്മൾ പറയില്ലേ, നമ്മള് അങ്ങോട്ട് കൊടുക്കുന്നത് തിരിച്ചു കിട്ടുള്ളൂ എന്ന് പറയും. അതുപോലെ നമുക്കൊരു ആകർഷണ ശക്തി ഉണ്ട് ലൈഫിൽ ത്രൂ ഔട്ട് എന്ന് പറയും. ശരിക്കും മാമിന്റെ ജീവിതത്തിൽ എത്രത്തോളം നടന്നിട്ടുണ്ട് ഈ ചെറുപ്പം തൊട്ടേ ഉള്ള? ഞാനൊരു കാര്യം പറയട്ടെ, ജീവിത വിജയം നേടണമെങ്കിൽ അതിരാവിലെ ഉണരണം. രാവിലെ നമ്മുടെ ജീവിതം ഒന്ന് ക്രമപ്പെടുത്തണം. കൂടുതൽ സമയം ഉറങ്ങുന്നവനൊന്നും ഈ ഭൂമി ചെയ്യാൻ പറ്റത്തില്ല. അലസനും മടിയനും ജീവിതത്തിൽ ഉയരത്തില്ല ഒരിക്കലും. കൂടുതൽ ഉറക്കത്തെ സ്വീകരിക്കുന്നവൻ അലസനും മടിയനുമായിരിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ്. നമ്മളോടൊരു അടുക്കും ചിട്ടയോടും കൂടി നമുക്ക് തന്നെ കൊടുക്കണം. നമ്മൾ രാവിലെ ഉണരണം, നമ്മുടെ കൃത്യമായിട്ട് നമ്മുടെ എല്ലാ പ്രഭാതകർമ്മം പോലെ എല്ലാം നമ്മൾ കൃത്യമായി ചെയ്യണം. ഞാൻ പിന്നെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലൊക്കെയാണ്. അതൊക്കെ ഏകദേശം ജീവിതാനുഭവങ്ങളിൽ നിന്ന് വേറെ ഒന്നും ദൈവമെങ്കിലും നമുക്ക് കാണുന്നുള്ളൊരു വിശ്വാസത്തെ ഉറപ്പിക്കാനാണ്.
മനസ്സിലായോ? ഞാൻ കൃഷ്ണഭക്തയാണ്, ഭഗവത്ഗീതയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും ഞാൻ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ എനിക്കൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അതും കൂടെ പറയാം. ഞാൻ ഒരു സിറ്റുവേഷൻ, ഹൈദർ അലി എൻ്റെ വീഡിയോ ഒരിക്കൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കൂടെ വന്ന ഒരു വൈറലായ കാര്യം മുസ്ലിംസിനെ പൊക്കി പറയുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ശരിക്കും എന്തുകൊണ്ടാണെന്ന് പറയട്ടെ, ഞാനൊരു സിറ്റുവേഷൻ അനുഭവിച്ചൊരു സങ്കട കാലഘട്ടത്തിൽ മുസ്ലിംസായിട്ടുള്ള കുറേ സുഹൃത്തുക്കളും ആൾക്കാരും നാട്ടുകാരും, സക്രിയ ബസാർമണ്ട് എൻ്റെ നാട്ടിലൊരു സ്ഥലമുണ്ട്, അതുപോലെ മുസ്ലിംസ് എന്നെ കുറേ സഹായിച്ചപ്പം അപ്പം നമ്മുടെ സങ്കടങ്ങളിൽ സഹായിക്കുന്ന ആരാണ്? അവർ നമ്മുടെ ദൈവമായിട്ട് നമുക്ക് തോന്നും. സപ്പോർട്ട് ചെയ്തവരാരാണ്? അവരെ എപ്പോഴും നമ്മൾ നെഞ്ചോട് ചേർക്കും. നമ്മുടെ വാവുകൊണ്ട് നമ്മൾ അവരെ നല്ലതേ പറയത്തുള്ളൂ, അല്ലേ? അപ്പം ബാക്കിയുള്ള നമ്മുടെ ബന്ധുക്കളാകട്ടെ, മിത്രങ്ങളാകട്ടെ, സ്വജനങ്ങളാകട്ടെ, നമ്മളെ എപ്പോഴും അവോയ്ഡ് ചെയ്യുകയും ഇൻസൾട്ട് ചെയ്യുകയും തള്ളിക്കളയുകയും ചെയ്തപ്പോൾ അവർ നമുക്ക് കൈതരികയും ഒരു കൂടപ്പുറപ്പിനെ നിന്ന് കൂടെ നിന്ന് സഹായിക്കുകയും ചെയ്തപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കൽ സ്നേഹം ഉണ്ടാകത്തില്ലേ? അതൊരു വേദിയിൽ ഞാൻ അറിയാതെന്ന് പറഞ്ഞു പോയി. അല്ല, എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ മതത്തിലും വിശ്വസിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷേങ്കിൽ കൂടുതൽ ഞാൻ ഗുരുവായൂർ ഭക്തയാണ്. കൃഷ്ണനാണ് മെയിൻ. എനിക്ക് തോന്നുന്നു അതിൽ നിന്നൊരു കൃഷ്ണൻ എങ്ങനെയാണ് എപ്പോഴും, കൃഷ്ണനെ ഞാൻ ആദ്യം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ചിരിച്ചുകൊണ്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. എപ്പോഴും അടയാഭരണങ്ങൾ അണിഞ്ഞ് ഒരുങ്ങിയാണ് ഭഗവാൻ ഇരിക്കുന്നത്. എപ്പോഴും ഭഗവാൻ പറയുന്നത് നീ ഇപ്പോൾ ജീവിക്കൂ, വരാൻ പോകുന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടല്ലേ, കഴിഞ്ഞു പോകുന്നതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുകയും ചെയ്യരുതെന്ന്. കഴിഞ്ഞു പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളാക്കുക, വരാൻ പോകുന്ന എന്താണേലും സ്വീകരിക്കുന്നതാക്കുക, ഇപ്പോഴുള്ള ജീവിതത്തെ സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുക. എന്ത് വന്നാൽ ഒന്നിലും സൊല്യൂഷൻ ഇല്ലാത്തൊരു കാര്യം ഈ ഭൂമിയിൽ നമ്മൾ നേരിടേണ്ടി, എന്തിനുകൊണ്ടൊരു സൊല്യൂഷൻ. ഞാൻ ഇൻ്റർവ്യൂ എടുക്കുവാണെങ്കിൽ പോലും എനിക്ക് ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ നേരത്തെ എനിക്ക് കുറേ കാര്യങ്ങൾ എന്നോട് ഡയറക്റ്റ് പറഞ്ഞു തരുന്ന മാതിരി എനിക്ക് പലപ്പോഴും തോന്നും. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് മാമിനെ മീറ്റ് ചെയ്യാൻ പറ്റിയാലും, ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ ആണെങ്കിലും ഇങ്ങനെ പരിചയപ്പെട്ട് സംസാരിക്കാൻ പറ്റുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഐ ഹോപ്പ് നമ്മുടെ വീഡിയോ കാണുന്നവർക്കും ആ ഒരു പോസിറ്റിവിറ്റി എപ്പോഴും നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്നുള്ളത്. ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചത് മാം രേണു സുധീനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്ന് സംസാരിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്താണ് അവരെ പറ്റി പറയാനുള്ളത്, അവരുടെ ലൈഫിനെ പറ്റി? രേണുസുതി എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് അവളൊരു സാധാരണ ഗ്രാമത്തിൽ വന്നൊരു പെൺകുട്ടിയാണ്. അവൾക്ക് ഈ പറഞ്ഞ നമ്മൾ പറയുന്ന രീതിയിലുള്ള സംസ്കാരപരമായി സംസാരിക്കാൻ പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാകത്തില്ല. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, ഇവിടെ നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്ക്, 11 മണി കഴിഞ്ഞിട്ട് ലൈവിൽ വേറെ ലൈവ് 200 രൂപ മെമ്പർഷിപ്പ് എടുത്താൽ കയറൂ, 200 രൂപ എടുത്ത് മെമ്പർഷിപ്പ് എടുത്ത് കയറൂ. ആണുങ്ങൾ എത്ര പേര്, ഞാനും ഒന്ന് കയറി നോക്കി പ്രാവശ്യം, ഒന്നുമില്ല, വെറുതെ വെള്ളപ്പൊക്കത്തിൽ വെച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്, വെള്ളപ്പൊക്കം വരുമ്പോൾ എന്താ ചെയ്യുന്നത്, അതുപോലെ കാണിക്കാം. അവർക്ക് ജീവിക്കാനുള്ള വയറ്റിപ്പഴപ്പായിരിക്കും. പക്ഷേ ആണുങ്ങൾ കയറുന്നില്ല അതിനകത്ത്. പെണ്ണുങ്ങളും ആണുങ്ങളും കയറി നോക്കുന്നുണ്ട്. പെണ്ണുങ്ങൾ ആരാണ് ഇതിനകത്ത് കയറിക്കുന്നത്, കയറുന്നു. ആണുങ്ങൾ എന്തോ കിട്ടുമെന്നുകൊണ്ട് കയറുന്നു. അതൊന്നും രേണു കാണിക്കുന്നില്ലല്ലോ. രേണു അവൾ റീലുകളെടുത്ത് പോകുന്നു. അവൾ ഒരു കൊച്ചു വേണ്ടല്ലേ, അവൾ ജീവിച്ചു പോട്ടെ. വേറെ നമ്മൾ ആരെങ്കിലും ഒക്കെ വെയിലെടുത്ത് നമ്മൾ കൊടുക്കുമോ, നമ്മുടെ സമ്പാദ്യത്തിന് കൊടുക്കുമോ, ആരെങ്കിലും എന്തെങ്കിലും സഹായമൊക്കെ ചെയ്യുന്നുണ്ടോ? അവളുടെ വായിൽ നിന്ന് എന്തെങ്കിലും വിടുവാത്തരം വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള വിവരവും പക്വതയും അവൾക്കുള്ളു. നമ്മളെല്ലാം തികഞ്ഞവരാണ്. നമ്മളെല്ലാം അനുഭവത്തിൽ നിന്നല്ലേ നമ്മളെല്ലാം പഠിച്ചു വരുന്നവർ. ഈ കല്ലെറിയുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക, നമ്മളെല്ലാം തികഞ്ഞവരാണെന്ന്. ഞാനതേ ചിന്തിക്കുന്നുള്ളൂ. ഞാനെല്ലാം തികഞ്ഞ ഒരാളല്ല. എനിക്ക് മാർക്കിടാൻ ഞാനെല്ലാം തികഞ്ഞതല്ല. അതെ. ഒന്നാമതാൾ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെ, അവളുടെ ഒരു കുടുംബത്തിൻ്റെ ഭാരമൊക്കെ അവളുടെ തലയിൽ ഇരിക്കുകയാണ്. അവളുടെ പക്വതയൊന്നും അവൾക്ക് വന്നിട്ടില്ല. 40-45 വയസ്സ് കഴിയാതെ ഒരാൾക്കും ഒരു പക്വതയും വരത്തില്ല. ഇതാ എനിക്ക് പറയാനുള്ളത്. ജീവിച്ചു പോട്ടെ. അതെ, അല്ല, ഞാനത് വളരെ വ്യക്തമായിട്ട് മാം ഒന്ന് റിയാക്ട് ചെയ്തതുകൊണ്ട് ഈ ഒരു സമയത്ത് ആൾ ബിഗ് ബോസിലായതുകൊണ്ട് ഞാൻ എടുത്തു ചോദിച്ചതാണ്. പല തരത്തിൽ നെഗറ്റീവ് ട്രോൾസ് വരുന്നുണ്ടല്ലോ, അത് കാരണം ചോദിച്ചതാണ്. സോ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇതിന് പേഴ്സണലി സംസാരിക്കുമ്പോൾ ഒരു പോസിറ്റിവിറ്റി കിട്ടുന്ന പോലെ തന്നെ നിങ്ങൾക്കും പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഈ സിംഗിൾ ബോബൻ സീരീസ് ഇവിടെ തീരുന്നില്ല. ഞങ്ങൾ ഇനിയും വരും സിംഗിൾ ബോബൻ മാമുമായിട്ട്. മാം റെഡി അല്ലേ? നമുക്ക് ഇതേമാതിരി തന്നെ നിറയെ നല്ല വീഡിയോസ് കൊടുക്കാം. താങ്ക് യു. ഹാപ്പി ഓണം. അപ്പോൾ ഹാപ്പി ഓണം എല്ലാവർക്കും. അടിപൊളി ഓണാവട്ടെ. അതെ, എല്ലാവർക്കും സമ്പൽ സമൃദ്ധി, സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഓണമാകട്ടെ. കുടുംബമായിട്ട് ഓണം ആഘോഷിക്കാൻ നോക്കണം എല്ലാവരും. ടാറ്റാ, ബൈ ബൈ.